ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന വിഖ്യാത പുസ്തകത്തിന്റെ രചയിതാവുമായ റോബർട്ട് കിയോസാക്കി അടുത്തിടെ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. അയൽ രാജ്യങ്ങളായ ഇന്ത്യയും പാകിസ്ഥാനും നിലവിലെ ആഗോള ഇന്ധന പ്രതിസന്ധിയെ എങ്ങനെയാണ് നേരിടുന്നത് എന്നതിനെക്കുറിച്ചിട്ടുള്ള തികച്ചും വ്യത്യസ്തമായ രണ്ട് ചിത്രങ്ങളാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിയത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ കൊടുമ്പിരി കൊള്ളുകയും അതുപോലെ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഭരണാധികാരികളുടെ അവകാശവാദങ്ങളും ജനങ്ങൾ നേരിടുന്ന പച്ചയായ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അന്തരം എത്രത്തോളമുണ്ടെന്ന് പാകിസ്ഥാനിലെ അവസ്ഥയെ മുൻനിർത്തി കിയോസാക്കി വിശകലനം ചെയ്യുന്നു. പാകിസ്ഥാൻ ഭരണകൂടം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ച കപടമായ സുരക്ഷിത ബോധത്തെ കിയോസാക്കി തന്റെ കുറിപ്പിലൂടെ പാടെ തകർത്തിരിക്കുകയാണ്. പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി അലി പർവേസ് മാലിക് നടത്തിയ വിരോധാഭാസം നിറഞ്ഞ പ്രസ്താവനകളെയാണ് കിയോസാക്കി പ്രധാനമായും കടന്നാക്രമിച്ചത്. ഒരു രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ എന്നത് വെറും വാക്കുകളിലല്ല, മറിച്ച് കൃത്യമായ ആസൂത്രണങ്ങളിലും കരുതൽ ശേഖരത്തിലുമാണ് ഇരിക്കുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. പാകിസ്ഥാനിൽ തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരം ഒരു ദിവസത്തേക്ക് പോലും തികയുന്ന രീതിയിൽ നിലവിലില്ലെന്ന് മന്ത്രിക്ക് ഒടുവിൽ തുറന്ന് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ നടന്ന മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ ഇതേ മന്ത്രി തന്നെ തികച്ചും വിപരീതമായ കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. അത് പാകിസ്ഥാൻ ഭരണകൂടം നേരിടുന്ന വിശ്വാസ്യതയുടെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പാകിസ്ഥാന്റെ ഇന്ധന വിതരണം അതീവ സുരക്ഷിതമാണെന്നും അയൽ രാജ്യമായ ഇന്ത്യയെ അപേക്ഷിച്ച് തങ്ങൾ മെച്ചപ്പെട്ട നിലയിലാണെന്നുമാണ് അദ്ദേഹം അന്ന് അവകാശപ്പെട്ടത്. ഇന്ത്യയിൽ പെട്രോൾ പമ്പുകളിൽ നീണ്ട ക്യൂ ആണെന്നും ഇന്ധനക്ഷാമം രൂക്ഷമാണെന്നുമുള്ള വ്യാജമായ ഒരു ചിത്രം അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. എന്നാൽ ഈ അവകാശവാദങ്ങളെല്ലാം വെറും രാഷ്ട്രീയ നാടകങ്ങളായിരുന്നുവെന്ന് കിയോസാക്കി തെളിവുകൾ സഹിതം സമർത്ഥിക്കുന്നു. യഥാർത്ഥത്തിൽ 2026 ഏപ്രിൽ മാസത്തോടെ പശ്ചിമേഷ്യയിൽ ഇറാന്റെ ഇടപെടലുകളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലുണ്ടായ ചരക്ക് നീക്ക തടസ്സങ്ങൾ പാകിസ്ഥാന്റെ നട്ടലൊടിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഒരു മാസത്തിനുള്ളിൽ പാകിസ്ഥാനിൽ പെട്രോൾ വില ലിറ്ററിന് 320 രൂപയിൽ നിന്ന് 458 രൂപയായി കുതിച്ചുയർന്നു. അതായത് ഏകദേശം 43% വർധനവ്. ഡീസലിന്റെ കാര്യമാകട്ടെ ഇതിലും ഭയാനകമായിരുന്നു. 335 രൂപയിൽ നിന്ന് 530 രൂപയിലേക്കാണ് ഡീസൽ വില ഉയർന്നത്. ഈ വിലക്കയറ്റം പാകിസ്ഥാനിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ നരകതുല്യമാക്കി. ഇന്ധനവില കുതിച്ചതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും ആകാശത്തോളം ഉയർന്നു. രാജ്യവ്യാപകമായി വൻ പ്രതിഷേധങ്ങളാണ് ഇതിനെ തുടർന്ന് പൊട്ടിപ്പുറപ്പെട്ടത്. വ്യാപാര മേഖലകൾ തകരുകയും വിതരണ ശൃംഖലകൾ നിശ്ചലമാവുകയും ചെയ്തതോടെ രാജ്യം ഒരു ദേശീയ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥയിലായി. ഭരണകൂടം പറഞ്ഞ സുരക്ഷിതത്വവും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതവും തമ്മിലുള്ള ഈ വലിയ വിടവിനെയാണ് കിയോസാക്കി കണ്ണാടി കാണിച്ചു കൊടുക്കൽ എന്ന് വിശേഷിപ്പിച്ചത്. എന്നാൽ അതിർത്തിയുടെ മറ്റൊരു വശത്ത് ഭാരതം ഈ പ്രതിസന്ധിയെ നേരിട്ടത് തികഞ്ഞ പക്വതയോടും ദീർഘവീക്ഷണത്തോടെയുമാണ്. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $120 മുകളിലേക്ക് ഉയർന്നപ്പോഴും ഇന്ത്യയിൽ ഇന്ധനവില വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല എന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തി. ഇന്ത്യയുടെ ഈ നിശബ്ദമായ സുസ്ഥിരതയ്ക്ക് പിന്നിൽ വർഷങ്ങൾ നീണ്ട ആസൂത്രണമുണ്ടായിരുന്നുവെന്ന് കിയോസാക്കി നിരീക്ഷിക്കുന്നു. കോവിഡ് മഹാമാരിയുടെ കാലത്തും റഷ്യ ഉക്രൈൻ യുദ്ധസമയത്തും ഇപ്പോൾ ഇറാന്റെ സംഘർഷാവസ്ഥയിലും ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറ കുലുങ്ങിയിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ഇന്ത്യ കെട്ടിപ്പടുത്ത തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരമാണ്. പാകിസ്ഥാൻ അധികൃതർ പോലും അസൂയയോടെ സമ്മതിക്കുന്നത് പോലെ ഒരു ഒപ്പിട്ടാൽ വിപണിയിലേക്ക് ആവശ്യമായ എണ്ണ എത്തിക്കാൻ സാധിക്കുന്ന വിധത്തിൽ 60 മുതൽ 70 ദിവസത്തേക്കുള്ള കരുതൽ ശേഖരം ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജതന്ത്രം കേവലം കരുതൽ ശേഖരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടിക വിപുലീകരിച്ചതും റഷ്യയിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ എണ്ണ വാങ്ങാനുള്ള നയതന്ത്രപരമായ തീരുമാനവും ഇന്ത്യക്ക് തുണയായി. കൂടാതെ 2026 വെനിസ്വേലയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പുനരാരംഭിച്ചതും ഇന്ത്യയുടെ നില മെച്ചപ്പെടുത്തി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണ ഹബ്ബുകളിലൊന്നായി ഇന്ത്യ മാറിയതും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ വലിയ ഗുണകരമായി. ആഭ്യന്തര വിപണിയിൽ വില കൂടാതെ പിടിച്ചു നിർത്താൻ കയറ്റുമതി തീരുവയിൽ കാലാകാലങ്ങളായി വരുത്തിയ മാറ്റങ്ങൾ വലിയൊരു ആശ്വാസമായി. പാകിസ്ഥാൻ പെട്രോളിയം മന്ത്രി ഞങ്ങൾ ഇന്ത്യയല്ല എന്ന് പറഞ്ഞപ്പോൾ അത് 100% ശരിയായിരുന്നുവെന്ന് കിയോസാക്കി പരിഹസിക്കുന്നു. എന്നാൽ മന്ത്രി ഉദ്ദേശിച്ച അർത്ഥത്തിലല്ല, മറിച്ച് സാമ്പത്തിക ഭദ്രതയുടെയും ആസൂത്രണത്തിന്റെയും കാര്യത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ 7 അയലത്ത് പോലും എത്തില്ല എന്ന അർത്ഥത്തിലാണ് അതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പാകിസ്ഥാന്റെ തകർച്ചയ്ക്ക് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് തദ്ദേശീയമായി എണ്ണ ഉൽപ്പാദനമില്ലാത്തതും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ മാത്രം അമിതമായി ആശ്രയിക്കുന്നതുമാണ്. വിദേശ നാണ്യ ശേഖരത്തിന്റെ അഭാവവും അന്താരാഷ്ട്ര നാണയനിധിയുടെ കർശനമായ നിബന്ധനകളും പാകിസ്ഥാനെ ശ്വാസം മുട്ടിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്ക് പോലെയുള്ള തന്ത്രപ്രധാനമായ പാതകളിൽ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നേരിടാൻ പാകിസ്ഥാന്റെ കൈവശം യാതൊരു ബദൽ മാർഗങ്ങളുമില്ല.
പ്രതിസന്ധി രൂക്ഷമായപ്പോൾ മാത്രമാണ് കരുതൽ ശേഖരം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു ടാസ്ക് ഫോഴ്സിനെ പാകിസ്ഥാൻ സർക്കാർ നിയോഗിച്ചത്. ഏപ്രിൽ 22 രൂപീകരിച്ച ഈ സമിതി മെയ് 8 റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. വർഷങ്ങൾക്ക് മുമ്പേ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ വീട് കത്തുമ്പോൾ കിണർ കുഴിക്കുന്നത് പോലെ ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഭരണപരമായ പരാജയത്തെയാണ് വിളിച്ചോതുന്നത്. റോബർട്ട് കിയോസാക്കിയുടെ ഈ വിശകലനം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള താരതമ്യമല്ല, മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണകൂടം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ പാഠം കൂടിയാണ്. ഒരു വശത്ത് വെറും വാഗ്ദാനങ്ങളും വ്യാജ അവകാശവാദങ്ങളും കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടം, മറുവശത്ത് കൃത്യമായ നടപടികളിലൂടെയും ആസൂത്രണങ്ങളിലൂടെയും ആഗോള പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം ജനതയെ സംരക്ഷിക്കുന്ന ഇന്ത്യൻ ഭരണകൂടം. യുദ്ധമോ ആഗോള പ്രതിസന്ധികളോ ഈ വിടവ് സൃഷ്ടിച്ചതല്ല, മറിച്ച് അവ നിലവിലുള്ള വിടവിനെ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിച്ചു എന്ന് മാത്രം. കേരളം പോലെയൊരു ഉപഭോക്തൃ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന നേരിയ മാറ്റങ്ങൾ പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഈ സുസ്ഥിരത ഓരോ പൗരന്റെയും കുടുംബ ബജറ്റിനെ എത്രത്തോളം ആഴത്തിൽ സ്വാധീനിക്കുന്നു എന്നത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പാകിസ്ഥാനിലെ ഇന്ധനവിലയിലുണ്ടായ 50%-ലധികം വർധനവ് ആ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തകർത്തെറിയുമ്പോൾ ഇന്ത്യ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. കിയോസാക്കിയുടെ പോസ്റ്റ് ലോകത്തിന് നൽകുന്ന സന്ദേശം ലളിതമാണ്. ആസൂത്രണമില്ലാത്ത ഭരണകൂടങ്ങൾ പ്രതിസന്ധികളിൽ വീണു പോകുമ്പോൾ കരുതലോടെ നീങ്ങുന്ന രാജ്യങ്ങൾ പ്രതിസന്ധികളെ അതിജീവിച്ച് കരുത്ത് തെളിയിക്കുന്നു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ മാതൃക ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാവുകയാണ്. പാകിസ്ഥാൻ നേരിടുന്ന ഈ തകർച്ച കേവലം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് ദശാബ്ദങ്ങളായുള്ള കെടുകാര്യസ്ഥതയുടെയും ദുർഭരണത്തിന്റെയും സ്വാഭാവികമായ പരിസമാപ്തിയാണ്. തങ്ങളുടെ പരാജയം മറച്ചുവെക്കാൻ അയൽ രാജ്യത്തിന്റെ പേരിൽ നുണകൾ പ്രചരിപ്പിക്കുന്ന പാകിസ്ഥാൻ തന്ത്രം റോബർട്ട് കിയോസാക്കിയെ പോലെയുള്ള ഒരു ആഗോള നിരീക്ഷകന്റെ ഇടപെടലിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.